ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ഞാൻ പറയാൻ പോകുന്നത് എനിക്കിടയ്ക്കും എൻ്റെ ഇടയിലും നിങ്ങളുടെ ഇടയിലും ഒക്കെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 10 പേരുണ്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരൊക്കെ നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് അവരവരുടെ ജോലി വലിയ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ന ജോലിയായിരിക്കും, ഇന്ന ജോലിയിലേക്കായിരിക്കും അവർക്ക് പോകണമെന്നൊരു ആഗ്രഹം വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ 10 പേരിൽ ആ കോഴ്സ് പഠിച്ച എന്താണോ ആഗ്രഹിച്ച് പഠിച്ച കോഴ്സിൻ്റെ ബേസിലൊക്കെ പോയി ജോലി ചെയ്യുന്നതെന്ന് പറയാൻ 10 പേര് 2 പേരെ കാണുള്ളൂ. ബാക്കി 8 പേരും പഠിച്ച കോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് പറയാനായിട്ട് നോർമലി ആണെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഇഷ്യൂസോ അത് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ചില കുട്ടികളുടെ വീട്ടിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടും. പകുതി ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ, ഈ 10 പേരിലുള്ള പകുതി ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ തീരെ സാമ്പത്തികം ഇല്ലാത്തടത്തേ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഉൾപ്പെടെ കമ്പ്യൂട്ടറിൻ്റെ രീതിയിലുള്ള ഒരുപാട് ജോലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. നമുക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ജോബ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള എന്തെങ്കിലും വലിയൊരു എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ജോലി ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ പല കൂട്ടുകാരുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതൊന്നും ആർക്കും നടന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു എഞ്ചിനീയറിങ് എന്തെങ്കിലും ഡിഗ്രി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. അത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യമല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇത് നോർമലി നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ എല്ലാം ഒരു പൊതുവേ കണ്ടുവരുന്നൊരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു വിചാരമുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചാലേ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് വലിയൊരു കമ്പനിയിലൊക്കെ ജോലി കിട്ടുമെന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. പക്ഷെ അതൊക്കെ വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ഒരുപാട് വേറെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മൾ ശരിക്കുള്ള കാര്യത്തിലോട്ട് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഗ്രി എടുത്തവർ ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട് നമ്മൾ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഏത് ഡിഗ്രി ഉള്ളവർക്കും, എന്ത് ടൈപ്പ് ഡിഗ്രി ആണെങ്കിലും ഉള്ളവർക്കും നല്ല രീതിയിൽ തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഡിഗ്രി എടുത്തവർ ചെയ്യുന്ന അതേ ജോലിയുടെ രീതിയിൽ തന്നെ അതേ കമ്പനി തന്നെ നമുക്കും ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഈ വരാൻ പോകുന്ന 2025-2026 വർഷങ്ങളിലേക്ക് 1 കോടിയോളം പുതിയ ജോലി അവസരങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് നമ്മുടെ IT മിനിസ്റ്റർ ഉൾപ്പെടെ പറയുന്നത് ഇപ്പം നിലവിൽ. ഇനി എങ്ങനെയാണ് IT മേഖലയിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടേണ്ടതെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ടൊന്ന് വിശദീകരിച്ച് പറയാം. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ടെക് കമ്പനികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഒന്നും അവർക്ക് യാതൊരു ബാധകവുമില്ല. അതൊന്നും അവർ ചെക്ക് ചെയ്യുന്ന പോലുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അരിയർ ഉണ്ടോ, സപ്ലി ഉണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇയർ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഡിഗ്രി ഇല്ലേ, ഇതൊന്നും അവർ ചെക്ക് ചെയ്യില്ല. അവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സ്കില്ല്, അതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് മാത്രം, നിങ്ങൾ ഈ ഏറ്റെടുക്കുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മാത്രമേ അവർ നോക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയാൻ വന്ന നെക്സ്റ്റ് വേവ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രസക്തി. ലോകത്തിലെ ടോപ്പായിട്ടുള്ള IIT, അതേപോലെ തന്നെ INM, അതേപോലെ IIM-ലേക്ക് പഠിച്ചിട്ട് നമ്മുടെ ടോപ്പായിട്ടുള്ള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് കമ്പനികളുണ്ടല്ലോ, അതേപോലെ മൈക്രോസോഫ്റ്റ്, ആമസോണ്, അവിടെയൊക്കെ ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഇൻറ്റൻസീവ് 2.0 എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സോഫ്റ്റ്വെയർ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റും. ഇതിപ്പോൾ 1500ഓളം അധികം കമ്പനികളിൽ ഇപ്പം ഇവിടുന്ന് പഠിച്ച 1000-ലധികം കുട്ടികൾ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന ആള്,
അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഒരു ടീ സ്റ്റാളിൽ വർക്ക് ചെയ്യുമായിരുന്നു. സാഹചര്യം കൊണ്ടാണ്, വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇന്റൻസീവിൽ ഒന്ന് ജോയിൻ ചെയ്തു. ഇപ്പം പുള്ളിയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അടുത്ത ഉദാഹരണം എന്ന് പറയുന്നതും ഉണ്ട്. അനീസ്മോൻ എന്ന് പറഞ്ഞ ആള്, അതൊരു എക്സാമ്പിളാണ്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റൻസീവിൽ ജോയിൻ ചെയ്തിട്ട് പുള്ളിക്ക് അനുസരിച്ചുള്ള സ്കില്ലിലേക്ക് പുള്ളിയുടെ എന്താണോ സ്കില്ല് അത് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി നല്ല രീതിയിൽ അതിനുള്ള പ്രയത്നിച്ചു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ജോലിക്ക് കയറി. ഇപ്പം നല്ല സാലറിയിലാണ് പുള്ളിയൊക്കെ ജോലി ചെയ്യുന്നത്. ഇന്റൻസീവ് എന്ന് ഞാൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്റൻസീവ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ കമ്പനികളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഇന്റൻസീവ് 2.0 എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ 0 ലെവലിൽ നിന്ന് നിങ്ങളെ കോഡിംഗ് ഒക്കെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കുന്നത് ഈ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും അതേപോലെ തന്നെ ആമസോണിലും ഇങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് നിങ്ങളെ അത് പ്രോഗ്രാം പഠിപ്പിക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് 1500-ലധികം പേര് മെന്റർമാരുണ്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് 1500-ലധികം മെന്റേഴ്സ് ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 മണി വരെ അവരെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ബേസിക് ലാപ്ടോപ്പും അതേപോലെ തന്നെ ഒരു ഡെസ്ക്ടോപ്പോ ഏതെങ്കിലും ഉണ്ടായാൽ മാത്രം മതി ഈ പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇ കൊമേഴ്സ് ഉണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ റിയൽ ടൈമിൽ പ്രോജക്റ്റുകളായിട്ട് ഉണ്ടാക്കിയൊക്കെയാണ് നിങ്ങളെ ഈ സ്കില്ല് പഠിപ്പിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ നല്ലൊരു ജോലിയിൽ എത്തുന്നിടം വരെ നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണ സപ്പോർട്ടും നെക്സ്റ്റ് വേവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇത് ഫൈനൽ ഇയർ ഡിഗ്രി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസ് ഇപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഡെമോ ക്ലാസ്സിനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആണ്, നിങ്ങൾക്കത് ഡെമോ കാര്യങ്ങളെല്ലാം. അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളും എല്ലാം ആ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഈ ജോലിക്കായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ സ്വപ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കമ്പ്യൂട്ടർ ടെക് അങ്ങനെ എന്തെങ്കിലും ജോലി താല്പര്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.